കക്ക, കല്ലുമ്മക്കായ, ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ ഈ വക ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കല്ലുമ്മക്കായ നമ്മൾ വാങ്ങണത്. ഇത്രയും വലിയ കല്ലുമ്മക്കായ കിട്ടും പ്രതീക്ഷിച്ചിട്ട് പോയതല്ല കേട്ടോ. നാട്ടിലുള്ളപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നാട്ടിൽ വളരെ ചെറുതായിരുന്നു. ഇവിടെ ചെന്നപ്പോൾ ഒരു സെക്ഷനിൽ മാത്രം ഇത്രയും വലിയ കല്ലുമ്മക്കായ കിട്ടി. 1 കിലോനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കല്ലുമ്മക്കായ നിറച്ചതോ അല്ലെങ്കിൽ കല്ലുമ്മക്കായ റോസ്റ്റൊന്നല്ല, ഒരു ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാട്ടിലുള്ളപ്പോൾ ചെറിയൊരു കല്ലുമ്മക്കായ ഒരിക്കൽ ഞാൻ വാങ്ങിയിട്ട് അച്ചാറിട്ടുള്ള റെസിപ്പി ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കാം. ആദ്യം നന്നാക്കി എടുക്കണം, ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഏതാണ്ട് ഒരു ഇതുപോലത്തെ ഒരു നൂല് കിട്ടും, അതെല്ലാത്തിനെയും കളയാനട്ടോ. അത് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നിട്ടെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വലിയ കല്ലുമ്മക്കായ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതിൻ്റെ കറുത്തൊരു ഭാഗമുണ്ട്, അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ കല്ലുമ്മക്കായ ഉണ്ടാക്കണില്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടൊരു മണമായിരിക്കും. നമുക്ക് കല്ലുമ്മക്കായുള്ള ഇഷ്ടം പോലും പോകും. ചെറിയ കല്ലുമ്മക്കായ ആണെങ്കിൽ ഇത്രത്തോളം ഒന്നും ഇതാക്കേണ്ടി വരില്ല. വലുതാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് എല്ലാ ഭാഗം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ലൈറ്റായിട്ടൊന്ന് മസാല പറ്റിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം. കല്ലുമ്മക്കായ 1 കിലോ മൊത്തത്തിൽ വാങ്ങിയതിൻ്റെ മാംസം മാത്രമായിട്ട് കാണുന്നത് നല്ല അത്യാവശ്യത്തിനുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ലൈറ്റായിട്ടൊന്ന് മസാല പുരട്ടാം. പ്രത്യേകിച്ച് മസാല കണക്കൊന്നും പറയാനൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞു പോവാണ്ട് ഒന്ന് മസാല പരട്ടി എടുത്തിട്ട് നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം. ചിലർക്ക് ഇങ്ങനെ പൊരിക്കണതോ റോസ്റ്റ് ചെയ്യണതോ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നിറച്ച് കല്ലുമ്മക്കായ നിറച്ച് നമ്മൾ ഉണ്ടാക്കില്ല, അരിപ്പൊടിയൊക്കെ വാട്ടി അതുപോലെ ഉണ്ടാക്കുന്നതാവും ഇഷ്ടം. എന്തായാലും ഈ രീതിക്ക് ചെയ്യാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് രസമല്ലേ. പിന്നെ കല്ലുമ്മക്കായ എപ്പോഴും എല്ലായിടത്തും കിട്ടുന്ന ഒരു ഐറ്റം. ഞങ്ങളുടെ നാട് തൃശ്ശൂർ ചേറ്റുക, ഇതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് കല്ലുമ്മക്കായും കക്കയൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് മൊരിച്ചെടുക്കണം. എന്താ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. കല്ലുമ്മക്കായ പൊരിച്ചെടുത്തിട്ടുള്ള അതേ ഓയിൽ തന്നെ ഒരു 8-10 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. എന്തിന് ഇത്ര അധികം വറ്റൽമുളക് ചേർക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. നിങ്ങളൊന്ന് ചേർത്ത് നോക്ക്, ഇത്ര അധികം ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. പ്രത്യേകിച്ച് ആ വറുത്ത വെളിച്ചെണ്ണയിൽ ചേർക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ്. വറ്റൽമുളകൊന്ന് മൂത്ത് കഴിഞ്ഞാലേ ഒരു മീഡിയം സൈസുള്ള സവാള പൊടിയിട്ട് അരിഞ്ഞിലാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുക്കാം. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ്, നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, നാടൻ കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ കുരുമുളകിൻ്റെ എരിവും ടേസ്റ്റും ഒക്കെ അനുസരിച്ച് നിങ്ങൾ ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. മുളക് പൊടി നമ്മൾ ഇനി ചേർക്കുന്നില്ല. മുളക് പൊടി ഓൾറെഡി നമ്മൾ മസാല പൊട്ടലിൽ ചേർത്തിട്ടുണ്ട്. ഇതാ മസാല ഒന്ന് കരിയാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം 2 മിനിറ്റ്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും ചേർക്കാട്ടോ, അത് പ്രത്യേക ടേസ്റ്റാണ്. അതും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ബീഫിലും ബാക്കിയുള്ളതൊക്കെ ചേർക്കാറില്ല. അതേപോലെ തന്നെ കല്ലുമ്മക്കായൽ ചേർത്താലും അതിന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർക്കാം ഈ ഒരു സമയത്ത്. ഇനി കുഴഞ്ഞ രൂപത്തിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി ചേർത്തി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് കല്ലുമ്മക്കായ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ പറഞ്ഞു വരുന്നത് കല്ലുമ്മക്കായ്ക്ക് കടുക്കാന്ന് ചിലടത്ത് പറയും. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും രുചി.